മലയാള സിനിമയിൽ പോരുമുറുകുകയാണ്. സിനിമാ സമരം പ്രഖ്യാപിച്ച ജി സുരേഷ് കുമാറിനെതിരെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയതോടെയാണ് ഭിന്നത മറനീക്കി പുറത്തുവന്നത്. തർക്കത്തിൽ ആന്റണി പെരുമ്പാവൂരിനെ തള്ളിയും ജി സുരേഷ് കുമാറിനെ പിന്തുണച്ചും നിർമ്മാതാക്കളുടെ സംഘടന ഇന്ന് വാർത്താക്കുറിപ്പിറക്കി. സുരേഷ് കുമാർ പറഞ്ഞത് ഭരണസമിതിയുടെ തീരുമാനങ്ങളാണ്. ക്ഷണിച്ചിട്ടും യോഗത്തിൽ പങ്കെടുക്കാത്ത ആന്റണി പെരുമ്പാവൂരിന്റെ പരസ്യ നിലപാട് അനുചിതമാണ്. സംഘടനയ്ക്കെതിരായ നീക്കങ്ങൾ പ്രതിരോധിക്കുമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. ഇതിനിടെ താരസംഘടന നാഥനില്ല കളരി എന്ന പരാമർശത്തിൽ നിർമ്മാതാക്കളെ AMMA അതൃപ്തി അറിയിച്ചു. പ്രസ്താവന പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്നാണ് ആവശ്യം. പരാമർശത്തിൽ ജി സുരേഷ് കുമാർ മാപ്പു പറയണമെന്ന് ജയൻ ചേർത്തല ആവശ്യപ്പെട്ടു. സുരേഷ് കുമാർ പറഞ്ഞിരിക്കുന്നു അമ്മ നാഥനില്ല കളരി. എന്ത് നാഥനില്ല കളരി എന്നേ പറയുന്നത്? പരാമർശം പിൻവലിച്ച് മാപ്പ് പറയേണ്ടതാണ്. മനുഷ്യത്വം ഉണ്ടെങ്കിൽ, ഈ സിനിമയോട് സ്നേഹമുണ്ടെങ്കിൽ. അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേരെന്താ? രേവതി കലാമന്ദർ. അദ്ദേഹത്തിൻ്റെ നിർമ്മാതാവിൻ്റെ പേര് അദ്ദേഹം വയ്ക്കുന്ന എന്താ? മേനക സുരേഷ് കുമാർ. ഈ മേനക ചേച്ചി ആക്ട്രസ് ആയിരുന്നല്ലോ. ഇനി അദ്ദേഹത്തിൻ്റെ മകള് ആക്ട്രസ് അല്ലേ? കോടികൾ മേടിച്ച് അഭിനയിക്കുന്ന ഒരു ആക്ട്രസ് അല്ലേ? ഇന്ന് വരെ ₹1 കുറച്ച് ഒരു സിനിമ ചെയ്തതായിട്ട് നമ്മുടെ അറിവിലുണ്ടോ? പടം ഉണ്ടാക്കാൻ മാത്രം താരങ്ങൾ വേണം. പടം എടുത്തു കഴിഞ്ഞാൽ പാലം കിടക്കുവോളം നാരായണ, പാലം കിടന്നാൽ കൂരായണം. പിന്നെ എല്ലാ താരങ്ങൾക്കും അയിത്തമാണ്. അതേസമയം ആന്റണി പെരുമ്പാവൂരിന് പിന്തുണയുമായി മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. നമുക്കെന്നും സിനിമയ്ക്കൊപ്പം നിൽക്കാം എന്നാണ് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ലേബി സജീന്ദ്രൻ വിവരങ്ങൾ നൽകും. ലേബി, ഇതിപ്പോൾ ഈ ഭിന്നിപ്പ് വലിയ രൂപത്തിൽ വലുതാകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ഇപ്പോൾ വലിയ പിന്തുണ ആന്റണി പെരുമ്പാവൂരിന് ഒരു വശത്ത് കിട്ടുന്നുണ്ട്. നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും താരങ്ങളുടെ സംഘടനയായ AMMയും നേർക്കുനേർ വന്ന കാഴ്ചയാണ് ഇന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം സിനിമ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിന് ശേഷം സിനിമാ സ്തംഭനം പ്രഖ്യാപിക്കാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇത്തരത്തിൽ കടുത്ത ഭാഷയിലൂടെ താരങ്ങളെ വിമർശിച്ചത്. അതിനെതിരെയാണ് ഇന്ന് AMMA രംഗത്ത് വന്നത്. താരങ്ങളെ ഇത്തരത്തിൽ വിമർശിക്കുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വാക്കുകൾ ഉപയോഗിക്കണം. നാഥനില്ലാത്ത കളരി എന്ന് നിർമ്മാതാക്കൾ ഉപയോഗിച്ചതിനെ അപലപിക്കുകയാണ്. ഇത് പിൻവലിച്ച് മാപ്പ് പറയണം എന്നാണ് ജയൻ ചേർത്തല അടക്കമുള്ള AMMയുടെ ഭാരവാഹികൾ പറഞ്ഞത്. ഏത് പ്രതിസന്ധിയിലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ സഹായിച്ചുകൊണ്ടിരുന്ന സംഘടനയാണ് AMMA. അത് മറന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അപക്വമായ നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. അതിനിടെ ഇന്നലെ ആന്റണി പെരുമ്പാവൂർ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നു. ആന്റണി പെരുമ്പാവൂരിനെ കഴിഞ്ഞ ഫെബ്രുവരി 6 കൊച്ചിയിൽ ചേർന്ന സിനിമാ സംഘടനകളുടെ യോഗത്തിലേക്ക് വിളിച്ചിരുന്നതാണ്. നിർമ്മാതാവായതുകൊണ്ട് തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ അംഗവുമാണ്. എന്നിട്ടും ആ യോഗത്തിൽ പങ്കെടുക്കാതെ, അതിൽ വന്ന അഭിപ്രായം പറയാതെ, ഏതെങ്കിലും രീതിയിലുള്ള വിയോജിപ്പുണ്ടെങ്കിൽ പങ്കുവയ്ക്കാതെ ഇത്തരത്തിൽ പൊതുവിടത്തിലൂടെ ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് ശരിയായില്ല എന്നുള്ള രീതിയിൽ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നത്. ഏതായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും താരങ്ങളുടെ സംഘടനയുമെല്ലാം നേർക്കുനേർ വരുന്നൊരു കാഴ്ച തന്നെയാണ് ഇന്നുണ്ടായിരുന്നത്. അന്ന് ഫെബ്രുവരി 6 സിനിമാ സംഘടനകളുടെ ഒരു നിർണായക യോഗം കൊച്ചിയിൽ നടന്നത്. ആ യോഗത്തിന് ശേഷമാണ് വാർത്താ സമ്മേളനത്തിലൂടെ നിർമ്മാതാക്കളുടെ പ്രതിനിധികൾ വളരെ രൂക്ഷമായ ഭാഷയിൽ താരങ്ങൾക്കെതിരെയും താരങ്ങളുടെ പ്രതിഫലത്തിനെതിരെയുമൊക്കെ സംസാരിച്ചത്. കോടികളുടെ പ്രതിഫലമാകുമ്പോൾ നിർമ്മാതാക്കളുടെ പോക്കറ്റ് കാലിയാകുന്ന കാര്യം മറക്കരുത് എന്നുള്ള രീതിയിലാണ് അന്ന് പറഞ്ഞത്. ഏതായാലും സിനിമാ സ്തംഭനം പ്രഖ്യാപിച്ചതും അന്ന് തന്നെയായിരുന്നു.